അങ്ങനെ മുഖ്യമന്ത്രിയുടെ തോന്നും പോലെ അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനമൊക്കെ നടത്താൻ പോവുകയാണ്. അങ്ങനെ നടത്തിയിരിക്കുകയാണ്. അങ്ങനെ നടത്തുമ്പോൾ ഒന്ന് കണ്ണു തുറന്ന് കണ്ടാൽ മനസ്സിലാകും കേരളത്തിലെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത്. അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ പല വീടുകളിലെയും സ്ത്രീകൾ മറ്റു പല വീടുകളിലും ചെന്ന് കഷ്ടപ്പെട്ട് പണം വാങ്ങി തന്നെയാണ് ഇവിടുത്തെ എല്ലാ കുടുംബങ്ങളും കഴിഞ്ഞു പോകുന്നത്, ഒട്ടുമിക്ക എല്ലാ കുടുംബവും. വൈകുന്നേരം ഒന്ന് KSRTC ബസ് നോക്കിയാൽ മതി, കൂടുതലും സ്ത്രീകളാണ് അവിടെ ജോലിക്ക് പോയിട്ട് വീട്ടിലേക്ക് മടങ്ങി വരുന്നവരെ കാണാൻ സാധിക്കുന്നത്. പ്രായഭേദമന്യേ എല്ലാവരും ഒന്നടങ്കം പണിയെടുത്ത് വീട് പോറ്റാനായി നടക്കുന്ന നമ്മുടെ ഈ കേരളത്തിലാണ് അതിദരിദ്രർ ഇല്ല എന്ന് മുഖ്യമന്ത്രി കേമത്തരം പറയുന്നത്. ആരിടത്ത് ചോദിച്ച് ആരുമായി ചർച്ച ചെയ്താണ് നിയമസഭയിൽ ഇത്തരമൊരു പ്രഖ്യാപനം നടത്താൻ നിങ്ങൾക്ക് ധൈര്യം തോന്നിയത് എന്നാണ് VD സതീശൻ ചോദിക്കുന്നത്. എന്തായാലും കേരളത്തെ ദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ വരുമ്പോൾ രാവിലെ 9 തുടങ്ങിയ പ്രത്യേക നിയമസഭാ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഈ പ്രഖ്യാപനം ഉണ്ടായത്. എന്നാൽ ഇതിനെ പ്രതിപക്ഷം പൂർണ്ണമായി എതിർത്തു. സഭയോട് സഹകരിക്കാൻ യാതൊരു തരത്തിലുമുള്ള താല്പര്യമില്ലെന്നും ബുദ്ധിമുട്ടുണ്ട് എന്നും പറഞ്ഞ പ്രതിപക്ഷ നേതാവ് VD സതീശൻ എല്ലാ പത്രങ്ങളിലും പരസ്യമുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. അതിദരിദ്രം കേരളം പ്രഖ്യാപനം തട്ടിപ്പാണ് എന്ന വിമർശനമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. എല്ലാ പത്രങ്ങളുടെയും മുൻഭാഗത്ത് വെണ്ടയ്ക്ക അക്ഷരത്തിൽ ആ പത്രത്തിന്റെ അത്ര വലിപ്പമുള്ള മുഖ്യമന്ത്രിയുടെ ഒരു തലയും ഉടലും ഒക്കെ നിൽക്കുകയും കേരളം ഉയരുന്ന അഭിമാനത്തിലേക്ക് എന്നുള്ള വലിയ വെണ്ടയ്ക്ക അക്ഷരത്തിലെ പരസ്യം ഒക്കെ തന്നെ കണി കണ്ടാണ് ഇന്ന് മലയാളികൾ ഓരോരുത്തരും ഉണർന്നത്. ആ മലയാളികളിൽ പെടുന്നുണ്ട് സ്വന്തം കൂരയ്ക്ക് മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ആകാശം പൂർണ്ണമായി കാണുന്ന ആളുകൾ പോലും ആ പരസ്യം കണ്ട് മുഖ്യമന്ത്രി നോക്കി കോപ്രായം കുത്തുകയാണെന്ന കാര്യത്തിൽ സംശയമില്ല. സഭ ചേർന്നത് ചട്ടം ലംഘിച്ചെന്നും പ്രതിപക്ഷം വിമർശിച്ചു കഴിഞ്ഞു. സഭാ കവാടത്തിൽ കുത്തിയിരുന്ന മുദ്രാവാക്യം വിളിച്ച പ്രതിപക്ഷം സഭ ബഹിഷ്കരിക്കുകയും ചെയ്തു. സഭയ്ക്കകത്ത് VD സതീശൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് കേൾക്കാം. പ്രതിപക്ഷം ഒരു കാര്യം നിയമസഭയിൽ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, കഴിഞ്ഞ സഭാ സമ്മേളനം തുടങ്ങി ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും ദേവസ്വം ബോർഡ് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് ഞങ്ങൾ സഭയ്ക്കകത്തും പുറത്തും സമരത്തിലാണ്. അതുകൊണ്ട് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇന്ന് രാവിലെ എല്ലാ പത്രങ്ങളിലും പരസ്യം വന്ന ഒരു കാര്യം, റൂൾ 300 സ്റ്റേറ്റ്മെൻറ്റ് മുഖ്യമന്ത്രിക്ക് അവതരിപ്പിക്കാൻ വേണ്ടി ചട്ടങ്ങൾ ലംഘിച്ച് ഒരു സഭാ സമ്മേളനം കൂടിയാണ്. എന്ത് പ്രസക്തിയാണ് സാറുള്ളത്? മാത്രമല്ല, കേരളം അതീവ ദരിദ്രരഹിത സംസ്ഥാനമാണെന്നുള്ള ശുദ്ധ തട്ടിപ്പാണ് മുഖ്യമന്ത്രി റൂൾ 300 സ്റ്റേറ്റ്മെന്റിലൂടെ കൊടുക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അതിനോട് കൂട്ടുനിൽക്കാൻ ഞങ്ങളില്ല. ഈ സഭയെ അവഹേളിച്ചുകൊണ്ടാണ് ഇന്ന് ഈ റൂൾ 300 രാവിലെ പത്രത്തിൽ വന്ന പരസ്യം മുഖ്യമന്ത്രി റൂൾ 300 വായിക്കുന്നതിൽ എന്ത് പ്രസക്തിയാണ്? ഞങ്ങൾ അതുകൊണ്ട് ഈ സഭാ നടപടികൾ പൂർണ്ണമായി ബഹിഷ്കരിക്കുന്നു. കേരള പിറവി ദിനത്തിൽ പ്രഖ്യാപിക്കാമെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നതായി മുഖ്യമന്ത്രി മറുപടിയായി പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിൽ വസ്തുതയില്ല. പ്രതിപക്ഷം ഭയക്കുന്നത് എന്തിനെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. തട്ടിപ്പെന്ന് പറയുന്നത് പ്രതിപക്ഷമാണ്, സ്വന്തം ശീലം കൊണ്ട് പറയുന്നതാണ്. പറഞ്ഞത് എന്തോ അത് നടപ്പാക്കും. അതാണ് ഇടത് സർക്കാരിന്റെ ശീലമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളം ഒരു പുതുയുഗ പിറവിയിലാണ്. സജീവ ജനപങ്കാളിത്തത്തോടുകൂടിയാണ് പ്രക്രിയ നടന്നത്. എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചു. അവരുടെ അഭിപ്രായങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞ ആശയങ്ങൾ ഉൾക്കൊണ്ടു. പങ്കാളിത്ത അധിഷ്ഠിതമായ പ്രക്രിയയിലൂടെയാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തിയത്. എങ്ങനെ കണ്ടെത്തി? ആരായിരുന്നു ഗുണഭോക്താവ്? അതിലേതെങ്കിലും ഒരു ഗുണഭോക്താവ് താഴെ ഒന്ന് കമന്റ് ചെയ്യാമോ? ഓരോ കുടുംബത്തിനും മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഈ നമ്മുടെ കേരളത്തിൽ എത്ര കുടുംബമുണ്ടെന്ന് മുഖ്യമന്ത്രി താങ്കൾക്ക് അറിയാമോ? എത്ര ആളുകൾ ഓട്ടോ തൊഴിലാളികളാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? എത്ര ആളുകൾ വീട്ടുജോലിക്കാരായി ജോലി ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് അറിയാമോ? എത്ര ആളുകൾക്ക് ജോലിയുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? ഒന്നും അറിയാതെ ക്ലിഫ് ഹൗസിലെ സുഖലോലുപതയിൽ ചാരി ഇരുന്നു കൊണ്ട് നടത്തിയ ഈ പ്രഖ്യാപനങ്ങൾ, ചാരി ഇരുന്നു കൊണ്ട് എഴുതി തയ്യാറാക്കിയ പ്രഖ്യാപനം വായിക്കാൻ നിങ്ങൾക്ക് നാണമുണ്ടോ എന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. 2025-2026 60 കോടി രൂപ പ്രത്യേകം അനുവദിച്ചു. ഗ്രാമങ്ങളിൽ 90.7%, നഗരങ്ങളിൽ 88.89% ദരിദ്രരേഖയ്ക്ക് താഴെയായിരുന്നു. അവിടെ നിന്നാണ് കേരളം അതിദരിദ്രം നിർമ്മാർജ്ജനം ചെയ്ത ആദ്യ സംസ്ഥാനമായി തല ഉയർത്തി നിൽക്കുന്നത്. ആവശ്യമായ രേഖകളെല്ലാം ഇവർക്ക് എത്തിച്ചു. 3 നേരം ഭക്ഷണത്തിന് കഴിയാത്തവർക്ക് അത് ഉറപ്പാക്കി. 4677 കുടുംബങ്ങൾക്ക് വീട് ആവശ്യമായി വന്നു. ലൈഫ് മിഷൻ മുഖേന വീട് നിർമ്മാണം പൂർത്തിയാക്കി. 2711 കുടുംബങ്ങൾക്ക് ആദ്യ ഭൂമി നൽകി. ഭവന നിർമ്മാണത്തിന് നടപടികൾ സ്വീകരിച്ചു. അങ്ങനെ അക്കമിട്ട് കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ നോക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് എല്ലാവരും പറയുന്നത്. പ്രതിപക്ഷം കൂടുതൽ ശക്തമായി പ്രതിഷേധിക്കാൻ തന്നെയാണ് തയ്യാറായിരിക്കുന്നത്. VD സതീശനും അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ തന്നെ കൃത്യമായ കാര്യം
കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഇതിനേതായാലും ഇരിക്കട്ടെ വി.ഡി. സതീശൻ ഒരു പൊൻതൂവൽ. സർക്കാർ തന്നെ നിയമസഭാ സമ്മേളനം ഒരു പ്രഹസനമാക്കി മാറ്റിയിരിക്കുകയാണ്. കേരളം അതീവ ദരിദ്രരഹിത സംസ്ഥാനമാണെന്ന് പ്രഖ്യാപിക്കുക, നിയമസഭയിൽ ഒരു ചർച്ചയുമില്ലാതെ മുഖ്യമന്ത്രിയുടെ റൂൾ 300 സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ അദ്ദേഹം അത് വായിക്കും, കേട്ട് നമ്മൾ മടങ്ങിപ്പോരണം, ഒരു ചർച്ചയും ഇല്ലാതെ അതിനുവേണ്ടി മാത്രം ഇന്ന് നിയമസഭ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ലക്ഷങ്ങൾ ചെലവാക്കി ഈ പറയാൻ പോണ കാര്യങ്ങളെല്ലാം ഇന്നത്തെ മാധ്യമങ്ങളിലെല്ലാം പരസ്യമായിട്ട് വന്നു കഴിഞ്ഞ കാര്യമാണ്. എല്ലാ മാധ്യമങ്ങളിലും കോടികൾ കൊടുത്ത് പരസ്യം കൊടുത്ത കാര്യം വീണ്ടും നിയമസഭാംഗങ്ങളെ 140 പേരെ തിരുവനന്തപുരത്ത് വിളിച്ചു വരുത്തി മുഖ്യമന്ത്രിയുടെ പ്രസ്താവന മാത്രം വായിച്ച് പിരിഞ്ഞു പോകണം. അതുകൊണ്ടാണ് ഞങ്ങൾ ബഹിഷ്കരിച്ചത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ശബരിമലയുമായി ബന്ധപ്പെട്ട് നിയമസഭയ്ക്കകത്തും പുറത്തും ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ നിയമസഭയുമായി സഹകരിക്കുന്നില്ല. മൂന്നാമത്തെ കാര്യം, മുഖ്യമന്ത്രിയുടെ ഈ പ്രഖ്യാപനം എന്ന് പറയുന്നത് ശുദ്ധ വെട്ടിപ്പാണ്, പച്ച നുണകളുടെ സമാഹാരമാണത്. യഥാർത്ഥത്തിൽ ഞങ്ങൾ ഇന്നലെ കൃത്യമായി വ്യക്തമാക്കിയതുപോലെ LDF അധികാരത്തിൽ വരുന്നതിന് മുൻപ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് കേരളത്തിൽ 4.5 ലക്ഷം പരമ ദരിദ്രരായിട്ടുള്ള ആളുകളുണ്ടെന്നാണ്. അതെങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ 64,000 പേരായി ഇത് മാറിയത്? രണ്ടാമത്, ഗവൺമെന്റ് തന്നെ നിയമസഭയിൽ തന്ന മറുപടിയിൽ കേന്ദ്ര ഗവൺമെന്റ് ദരിദ്രരിൽ അതിദരിദ്രരെ തീരുമാനിക്കുന്നത് ആണ് AAY പദ്ധതിയുടെ പ്രകാരമുള്ള 5,95,000 കാർഡുകൾ ഇവിടെ വിതരണം ചെയ്യുന്നു. ആ കാർഡുകൾ അനുസരിച്ച് 5,95,000 പേര് കേരളത്തിൽ ദരിദ്രരിൽ അതീവ ദരിദ്രരായിട്ടുള്ള ആളുകളാണ്. ഈ രണ്ട് കണക്ക് നിൽക്കുകയാണ്. CPMന്റെ കണക്ക് 4.5 ലക്ഷം പരമദരിദ്രർ. കേന്ദ്ര ഗവൺമെന്റ് ഒരുപാട് നടപടിക്രമങ്ങളിലൂടെ SAT-6 അതിലെത്തിച്ചേർന്നത് ഒരുപാട് നടപടിക്രമങ്ങളിലൂടെയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ കണ്ടെത്തൽ 5,95,000 പേർ ദരിദ്രരിൽ അതീവ ദരിദ്രർ. അപ്പോൾ ഗവൺമെന്റ് ഒരു 64,000 പേർ. നേരത്തെ UDF ഗവൺമെന്റിന്റെ കാലത്ത് 1.5 ലക്ഷം പേർ ആശ്രയ പദ്ധതി, അത് അഗതികളായിട്ടുള്ള ആളുകളാണ്, ആരോരും ഇല്ലാത്ത ആളുകളാണ്, അതിൻ്റെ എണ്ണം കുറഞ്ഞു. മാത്രമല്ല, കേരളത്തിൽ പട്ടിക ആദിവാസി കുടുംബങ്ങൾ 1,16,000 കുടുംബങ്ങളുണ്ട്. അതിൽ 6,400 പേരെ ഇതിൻ്റെ അകത്ത് പെട്ടിട്ടുള്ളൂ. ബാക്കി എല്ലാവരെല്ലാം സമ്പന്നരായിട്ടുള്ള ആളുകളാണ്. ഇന്നത്തെ വാർത്ത എന്താ? തിരുവനന്തപുരത്ത് ഒരു സ്ത്രീ പട്ടിണി കൊണ്ട് മരിച്ചു എന്നാണ്. ഒറ്റയ്ക്ക് താമസിക്കുന്നവർ, അവരെ അതീവ ദരിദ്രരുടെ കൂട്ടത്തിൽ പെട്ടില്ലേ ആ സ്ത്രീ? കണ്ടില്ല ഇന്നത്തെ പത്രവാർത്ത? ഇന്നത്തെ വാർത്ത അതാണ്. ഒരു പാവപ്പെട്ട വൃദ്ധയായ സ്ത്രീ കുറേ ദിവസം പട്ടിണി കിടന്ന് മരിച്ചു എന്നാണ്. പട്ടിണി കിടന്ന ഒരു ഷെഡിൽ മരിച്ചു എന്നുള്ള വാർത്തയാണ് ഇന്ന് വന്നിരിക്കുന്ന വാർത്ത. അവരെ അതീവ ദരിദ്രയല്ലേ? അവർ ഈ ലിസ്റ്റിൽ പെട്ടിട്ടില്ലേ? എത്രയോ. ഇതിൻ്റെ ഏറ്റവും വലിയ ദോഷമെന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്ന പദ്ധതികളിൽ നിന്ന് കേരളം പല പദ്ധതികളിൽ നിന്നും പുറത്താവും. ഈ പ്രഖ്യാപനങ്ങൾ കൊണ്ട് ദോഷകരമായി മാറും. ഇപ്പൊ കേന്ദ്രത്തിന്റെ മുന്നിൽ സംസ്ഥാനത്ത് ദരിദ്രരിൽ അതീവ ദരിദ്രരിൽ ഇല്ലാത്ത സ്ഥിതിയാവോ? അപ്പൊ എന്ത് പ്രഖ്യാപനമാണ്? തെരഞ്ഞെടുപ്പിന്റെ തലേ ആഴ്ച ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ